അടുത്ത ചോദ്യം, 20 വർഷം മുമ്പ് രാധയുടെ വയസ്സ് 20 വർഷത്തിന് ശേഷമുള്ള വയസ്സിന്റെ പകുതിയായാൽ അവളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് രാധയുടെ ഇപ്പോഴത്തെ വയസ്സ് 6 ആയിട്ട് എടുക്കുകയാണെങ്കിൽ രാധയുടെ 20 വർഷം മുമ്പുള്ള വയസ്സ് എന്ന് പറഞ്ഞാൽ 6 മൈനസ് 20 ആയിരിക്കും. ഓക്കെ, പിന്നെ 20 വർഷത്തിന് ശേഷമുള്ള വയസ്സിന്റെ പകുതിയായാൽ, അല്ല 20 വർഷം മുമ്പ് രാധയുടെ വയസ്സ് 20 വർഷത്തിന് ശേഷമുള്ള വയസ്സിന്റെ പകുതിയായാൽ അവളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അല്ലെ, അപ്പോൾ 20 വർഷം മുമ്പുള്ള രാധയുടെ വയസ്സ് 6 മൈനസ് 20. ഇതെന്ന് പറഞ്ഞാൽ 20 വർഷത്തിന് ശേഷമുള്ള വയസ്സ്, 20 വർഷത്തിന് ശേഷമുള്ള വയസ്സ് ഇപ്പോഴത്തെ വയസ്സ് അല്ലെ, ഇതിന് പകുതിയായാൽ അവളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇതിനെ ഈ രണ്ടിനെ മാറ്റി ചെയ്ത്, അതായത് ഇവിടെ r/2 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. സോ r മൈനസ് r/2 ഈക്വൽ ടു 20. സോ r/2 ഈക്വൽ ടു 20. സോ r ഈക്വൽ ടു 40. ഓപ്ഷൻ ഡി ആണെന്ത് ആൻസർ. ഓക്കെ, ചോദ്യം, ഒരു മത്സരയോട്ടത്തിൽ ഫിനിഷിംഗ് പോയിന്റിന് 200 മീറ്റർ അകലം വരെ ലാലുവും രാമുവും ഒപ്പം ഓടിയെത്തി. പിന്നീട് അങ്ങോട്ട് 100 മീറ്റർ ലാലു ഓടിയപ്പോൾ രാജു 80 മീറ്റർ മാത്രമേ പിന്നിട്ടുള്ളൂ. എങ്കിൽ ലാലു ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ രാമു എത്ര ദൂരം പിന്നിലായിരിക്കും? അതായത് ലാലു ഉണ്ട്, രാമു ഉണ്ട്, ഇവര് ഫിനിഷിംഗ് പോയിന്റ് ഇവിടെയാണ് വിചാരിക്കുക, ഇവിടെയാണ് ഫിനിഷിംഗ് പോയിന്റ് എങ്കിൽ ഇപ്പൊ ഇവര് 200 മീറ്റർ അകലത്തിലാണ് നിൽക്കുന്നത്, രണ്ടുപേരും 200 മീറ്റർ അകലത്തിലാണ് നിൽക്കുന്നത്. ഇതുവരെ അവര് ഒരുമിച്ചാണ് ഓടി വന്നത്. ഇനി അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് 200 മീറ്റർ ഉണ്ട്. അപ്പൊ ലാലു 100 മീറ്റർ ഓടിയെത്തി, അതായത് ലാലു 100 മീറ്റർ ഓടിയെത്തി. അപ്പോൾ രാമു എത്ര ഓടിയെത്തിയുള്ളൂ? രാമു 80 മീറ്റർ മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ, 80 മീറ്ററേ ഓടിയെത്തിയിട്ടുള്ളൂ. ലാലു അടുത്ത 100 മീറ്റർ ഓടിയെത്തിയാൽ ഫിനിഷിംഗ് പോയിന്റിലെത്തും അല്ലെ. അപ്പൊ രാമു ഇതേ സ്പീഡ് പോവുകയാണെങ്കിൽ വീണ്ടും എത്ര ഓടും? ഒരു 80 മീറ്റർ കൂടി ഓടും. അപ്പോൾ ലാലു ഇവിടെ 200 മീറ്റർ ടോട്ടൽ ഓടിയപ്പോൾ രാമു എത്ര ഓടിയുള്ളൂ? 80 പ്ലസ് 80 160. അതായത് രാമു ലാലുവിനേക്കാൾ 40 മീറ്റർ പിറകിലാണ് അല്ലെ, 40 മീറ്റർ പിറകിലാണ്. അപ്പൊ നമ്മളെ ഓപ്ഷനിൽ ഓപ്ഷൻ ബി 40 മീറ്റർ ആണെന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, സന്ദീപും രാഘവും കൂടി ഒരു ജോലി 4 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. സന്ദീപിന് തനിയെ ആ ജോലി 6 ദിവസം കൊണ്ട് തീർക്കാൻ കഴിയും. സന്ദീപും രാഘവും കൂടി ആ ജോലി 2 ദിവസം ചെയ്തു കഴിഞ്ഞപ്പോൾ സന്ദീപ് അവധിയെടുത്തു. രാഘവ് ബാക്കിയുള്ള ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ സന്ദീപും രാഘവും പാടെ ഒരു ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? 4 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം സന്ദീപും രാഘവും ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്കിന്റെ 4/1 ഓക്കെ, പിന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട് സന്ദീപ് തനിയെ ആ ജോലി 6 ദിവസം കൊണ്ട് തീർക്കാൻ കഴിയും. അതായത് സന്ദീപ് തനിയെ ആ ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീർക്കും? 6 ദിവസം കൊണ്ട് തീർക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം സന്ദീപ് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്കിന്റെ 6/1 ഓക്കെ. ഇനി രാഘവ് എത്ര ദിവസം കൊണ്ടാണ് ഈ ജോലി ചെയ്ത് തീർക്കുക നമുക്കറിയില്ല, നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? രാഘവ് ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ സന്ദീപും രാഘവും പാടെ ഒരു ദിവസം ചെയ്യുന്ന ജോലിയിൽ നിന്ന് സന്ദീപ് ഒരു ദിവസം ചെയ്യുന്ന ജോലി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? രാഘവ് ഒരു ദിവസം ചെയ്യുന്ന ജോലി കിട്ടും. മനസ്സിലായോ? ഒന്നുകൂടി പറയാം, സന്ദീപും രാഘവും പാടെ ഒരു ദിവസം ചെയ്യുന്ന ജോലിയിൽ നിന്ന് സന്ദീപ് ഒരു ദിവസം ചെയ്യുന്ന ജോലി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? രാഘവ് ഒരു ദിവസം ചെയ്യുന്ന ജോലി കിട്ടും. ദാറ്റ് ഈസ് W/4 മൈനസ് W/6. എത്ര കിട്ടുക? 6W മൈനസ് 4W 2W by 6×24. ദാറ്റ് ഈസ് W/12 എന്ന് വെച്ചാൽ എന്താ? രാഘവ് ടോട്ടൽ വർക്കിന്റെ 12/1 ഒരു ദിവസം ചെയ്യുക. അപ്പൊ രാഘവിന് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം വേണം? 12 ദിവസം വേണം. രാഘവ് തനിയെ ആ ജോലി ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം വേണം? 12 ദിവസം വേണം. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മോട് ചോദിച്ചിട്ടുള്ളത് രാഘവും സന്ദീപും അല്ലെ 2 ദിവസം വർക്ക് ചെയ്തു, അതിനുശേഷം സന്ദീപ് ലീവ് എടുത്തു. അങ്ങനെയാണെങ്കിൽ രാഘവ് ബാക്കിയുള്ള വർക്ക് എത്ര ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2 ദിവസത്തെ സന്ദീപിന്റെയും രാഘവന്റെയും വർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ഇൻറ്റു അവര് ഒരു ദിവസം ചെയ്യുന്ന വർക്ക്, ദാറ്റ് ഈസ്
W/2. അതായത് 2 ദിവസം കൊണ്ട് സന്ദീപും രാഘവും ആ വർക്കിന്റെ പകുതി തീർക്കും. ഇനി ബാക്കിയുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രയായിരിക്കും? പകുതിയായിരിക്കും. പകുതി വർക്ക് തീർന്നാൽ പിന്നെ ബാക്കിയുള്ളത് പകുതിയായിരിക്കും. അത് രാഘവ് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എന്നാണ് നമ്മൾ അറിയേണ്ടത്. അപ്പൊ രാഘവ് നമുക്കറിയാം 12 ദിവസം കൊണ്ടാണ് ഫുള്ള് ജോലി ചെയ്ത് തീർക്കുക. മനസ്സിലായോ? അപ്പൊ ഇവിടെ പകുതി വർക്കേ ഉള്ളൂ ബാക്കി. അപ്പൊ അത് ചെയ്ത് തീർക്കാൻ രാഘവിന് എത്ര ദിവസം വേണം? 6 ദിവസം മതി. എത്ര ദിവസം മതി? 6 ദിവസം മതി. ഓക്കെ. അപ്പൊ നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി 6 days. അടുത്ത ചോദ്യം, ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 2n+3 ആണ്. 87 ഈ ശ്രേണിയിലെ എത്രാമത്തെ പദമാണ്? അതായത് നമുക്ക് ഒരു സമാന്തര ശ്രേണിയുടെ ജനറൽ ടേം തന്നിട്ടുണ്ട്. an = എന്താണ്? 2n+3 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ പദം a2 കിട്ടാൻ n-ന് 2 കൊടുത്താൽ മതി. മൂന്നാമത്തെ പദം കിട്ടാൻ n-ന് 3 കൊടുത്താൽ മതി. അപ്പൊ എത്രാമത്തെ പദമാണെങ്കിലും നമുക്ക് n-ന്റെ വാല്യൂ ചേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടും. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 87 ഈ ശ്രേണിയിലെ എത്രാമത്തെ പദമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കൊരു ടേം തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 87 ആണ്. അത് എത്രാമത്തെ പദമാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. അതായത് n ആണ് നമുക്ക് ഇവിടെ കാണേണ്ടത്. ഓക്കെ, n കണ്ടാൽ നമുക്ക് എത്രാമത്തെ പദം കിട്ടും. അപ്പൊ നമുക്ക് ഈ 3-നെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ പിന്നെ ഇവിടെ 84 = 2n ഉണ്ടാവും. ഈ 2-നെ അങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ 42 ആണെന്ത് n. അപ്പോൾ എത്രാമത്തെ പദമാണ്? 42ാമത്തെ പദമാണ് ഇത് 87. അപ്പോൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ. അടുത്ത ചോദ്യം, ഒരു ചതുരത്തിന്റെ നീളം 40 സെന്റിമീറ്റർ, വീതി 30 സെന്റിമീറ്റർ. ഈ ചതുരത്തിന്റെ 4 മൂലയിൽ നിന്നും 3 സെന്റിമീറ്റർ വശമുള്ള ഓരോ സമചതുരങ്ങൾ മുറിച്ചു മാറ്റിയാൽ ബാക്കിയുള്ള ഭാഗത്തിന്റെ വിസ്തീർണം എത്ര ആണ് ചോദ്യം. അപ്പോൾ നമുക്കൊരു ചതുരമുണ്ട്. ചതുരത്തിന്റെ നീളവും വീതിയും തന്നിട്ടുണ്ട്. ചതുരത്തിന്റെ നീളവും വീതിയും തന്നിട്ടുണ്ട്. ചതുരത്തിന്റെ നീളം 40 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. വീതി എത്ര തന്നിട്ടുണ്ട്? 30 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. വീതി 30 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ 4 മൂലയിൽ നിന്നും 3 സെന്റിമീറ്റർ നീളവും വീതിയുള്ള 4 സമചതുരങ്ങൾ എന്ത് ചെയ്തു? മുറിച്ചു മാറ്റി. ഓക്കെ, 4 സമചതുരങ്ങൾ 4 മൂലയിൽ നിന്ന് എന്ത് ചെയ്തു? മുറിച്ചു മാറ്റി. 3 3 നീളവും വീതി 3 3. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഈ ഭാഗത്തിന്റെ വിസ്തീർണം എത്ര? ഏരിയ എത്രയാണ്? അതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പൊ നമുക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട് ടോട്ടൽ ഇനിഷ്യലി ഇതിലെ ഉണ്ടായിരുന്ന ഏരിയ, അതായത് ഈ ആദ്യം ഇതിന്റെ 40 20 ആയിരുന്നല്ലോ നീളം വീതിയും, അതിന്റെ ഏരിയയിൽ നിന്ന് ഈ മുറിച്ചെടുത്ത 4 സമചതുരങ്ങളുടെ ഏരിയ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബാക്കിയുള്ള ഏരിയ കിട്ടും. ഓക്കെ, അതായത് ഇനിഷ്യലി ഉണ്ടായിരുന്ന ചതുരത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നീളം ഇൻറ്റു വീതി, അതായത് 40 × 30, അതിൽ നിന്ന് മൈനസ് ചെയ്യണം എന്ത്? ഈ 4 സമചതുരങ്ങളുടെ ഏരിയ. ദാറ്റ് ഈസ് 4 × ഒരു സമചതുരത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 3 × 3 3 × 3. ഇത് ചെയ്താൽ മതി. എത്ര കിട്ടുക? 4 × 3 12 1200 മൈനസ് 9 × 4 9 × 4 36. അപ്പൊ 1200 36 പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 1200 മൈനസ് 36 4 6 11 1164. എത്ര കിട്ടുക? 1164 ആണെന്ത് ആൻസർ. സോ നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. ഒരാൾ കണ്ണൂരിൽ നിന്ന് 45 km/h വേഗതയിൽ ഓടുന്ന ഒരു ബസ്സിൽ യാത്ര തിരിക്കുകയും 6 മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് എത്തിച്ചേരുകയും ചെയ്തു. തിരിച്ച് 5 മണിക്കൂർ കൊണ്ട് കാറിൽ പോകാൻ തീരുമാനിച്ചു. 5 മണിക്കൂർ കൊണ്ട് കണ്ണൂർ എത്തണമെങ്കിൽ കാറിന്റെ വേഗത എത്രയായിരിക്കണം? ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരാള് കണ്ണൂരിൽ നിന്ന് ബസ്സിൽ എന്ത് ചെയ്തു? യാത്ര തിരിച്ചു. എവിടേക്ക്? എറണാകുളത്തേക്ക് യാത്ര തിരിച്ചു. എറണാകുളത്തേക്കാണ് യാത്ര തിരിച്ചത്. ബസ്സിന്റെ സ്പീഡ് എത്രയാണ് തന്നിട്ടുണ്ട്? എത്ര? 45 km/h ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, കണ്ണൂരിൽ നിന്ന് എറണാകുളത്ത് എത്താനെടുത്ത സമയം എത്രയും തന്നിട്ടുണ്ട്. സമയം എത്രയാണ്? 6 മണിക്കൂർ കൊണ്ടാണ് കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് എത്തിയത്. ഓക്കെ, ഇനി തിരിച്ച് എറണാകുളത്തിൽ നിന്ന് അദ്ദേഹം തിരിച്ചു പോകാൻ കാറിലാണ് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, തിരിച്ച് എത്ര സമയം കൊണ്ട് എത്തണം? അദ്ദേഹത്തിന് എത്ര സമയം കൊണ്ട് എത്തണം തിരിച്ച്? 5 മണിക്കൂർ കൊണ്ട് തിരിച്ചെത്തണം അദ്ദേഹത്തിന്. അങ്ങനെയാണെങ്കിൽ അയാൾ എത്ര സ്പീഡിലാണ് കാർ ഓടിക്കേണ്ടത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് വെലോസിറ്റിന്റെ ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നമുക്കറിയാം പ്രവേഗം വെലോസിറ്റി, തിരിച്ചു വരാനുള്ള വെലോസിറ്റി, അതാണ് നമുക്ക് കണ്ടത്, ഈക്വൽ ടു ഡിസ്റ്റൻസ്, അതായത് എറണാകുളം കണ്ണൂരും തമ്മിലുള്ള ഡിസ്റ്റൻസ്.
ഓക്കെ, ഡി ഡിവൈഡഡ് ബൈ ടൈം ടി ഡാഷ് അത് നമുക്ക് തന്നിട്ടുണ്ട്, 5 അവർ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ഡിസ്റ്റൻസ് കാണണം. അതായത് കണ്ണൂരും എറണാകുളവും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണണം. അത് നമുക്ക് ഫസ്റ്റത്തെ കേസിൽ കാണാം. ഇത് ഫസ്റ്റ് അങ്ങോട്ട് 6 മണിക്കൂർ കൊണ്ടാണ് എത്തിയത്. സ്പീഡ് എത്രയായിരുന്നു? 45 km/h ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല ഡിസ്റ്റൻസ് ഡി ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം, ദാറ്റ് ഈസ് 45 × 6 കിട്ടും. അതാണ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റൻസിൽ മാറ്റൊന്നും വരില്ലല്ലോ. തിരിച്ചാണെങ്കിലും അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും സ്പീഡ് കൂട്ടിയാലും കുറച്ചാലും ഒന്നും തമ്മിൽ കണ്ണൂരും എറണാകുളം തമ്മിലുള്ള ഡിസ്റ്റൻസിലൊന്നുമില്ല മാറ്റമില്ല. അപ്പോൾ ഡീൻ്റെ സ്ഥാനത്ത് 45 × 6 കൊടുത്തു, ടി ഡാഷിൻ്റെ സ്ഥാനത്ത് 5 hours കൊടുത്തു. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ 45 5 പിന്നെ ഇവിടെ 9 ഉണ്ടാവും. 9 × 6 54 കിലോമീറ്ററാണ് പെർ അവർ, കിലോമീറ്റർ/അവർ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണെന്ത് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി. അപ്പോൾ തിരിച്ച് അദ്ദേഹം കാറിൽ നിന്ന് എറണാകുളത്തേക്ക് കണ്ണൂരിലേക്ക് 5 മണിക്കൂറിൽ എത്തണമെങ്കിൽ എത്ര സ്പീഡിൽ പോരണം? 54 km/h പോരണം. ഓക്കെ, അടുത്ത ചോദ്യം. 3 3 0 പ്ലസ് 3 1 പ്ലസ് 3 2 പ്ലസ് 3 3 പ്ലസ് 3 4 ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇതിൽ എക്സ് എത്രയാണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ 3 plus 3 plus 3 plus 3 plus 3 equal to x square ആയാൽ x എത്ര? എന്താ തന്നിട്ടുള്ളത്? 3 plus 3 plus 3 plus 3 plus 3 equal to x square. നമുക്ക് എക്സിന്റെ വാല്യൂ ആണ് കണ്ടത്. ഓക്കെ, 3 എന്ന് പറഞ്ഞാൽ 1 ആണ്. 3 എന്ന് പറഞ്ഞാൽ 3 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 9, 3 ക്യൂബ് 27, 3 81 ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇത് കൂട്ടിയാൽ 1 7 8, 8 9 17, 17 3 20, 20 3 21, 21ക്ക് 1 ശിഷ്ടം 2, 8 2 10, 10 2 12, അപ്പോൾ 121 വരും ഇവിടെ. വരിക 121 ഈക്വൽ ടു എക്സ് സ്ക്വയർ. സോ എക്സ് എന്താ? റൂട്ട് 121. നമുക്കറിയാം 121 എന്തിന്റെ സ്ക്വയർ ആണ്? 11 അല്ലേ? 11ന്റെ സ്ക്വയർ ആണ് 121. അപ്പോൾ എക്സിന്റെ വില എത്രയാണ്? 11 ആണ്. എക്സിന്റെ വില എത്രയാണ്? 11. ഓപ്ഷൻ ഡി ആണ് എന്ത് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി. ഇന്ന് ഒരു ശനിയാഴ്ചയാണ്. ഇന്ന് കഴിഞ്ഞ് വരുന്ന 100ാമത്തെ ദിവസം ഏതാഴ്ചയായിരിക്കും? ഇതാണ് ചോദ്യം. ഓക്കെ, ഇന്ന് ഏതാണ് ദിവസം? ശനിയാഴ്ചയാണെങ്കിൽ ഇന്ന് കഴിഞ്ഞ് 100ാമത്തെ ദിവസം ഏതായിരിക്കും? അതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇന്ന് ശനിയാഴ്ച നമുക്കറിയാം ഒരാഴ്ചയിൽ എത്ര ദിവസങ്ങളുള്ളത്? 7 ദിവസങ്ങളുള്ളത്. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണെങ്കിൽ 7 ദിവസം കഴിഞ്ഞാൽ ഏതായിരിക്കും ദിവസം? ശനി തന്നെ ആയിരിക്കും. കാരണം ആകെ 7 ദിവസങ്ങൾ ഒരാഴ്ചകളിൽ. വീണ്ടും 7 ദിവസം കഴിഞ്ഞാൽ ഏതായിരിക്കും ദിവസം? ശനി തന്നെ ആയിരിക്കും. ഓക്കെ, അങ്ങനെ പോകും. ഏഴിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് പോകും. നമുക്ക് ഇവിടെ 100ാമത്തെ ദിവസം എത്രയാണെന്നാണ് ചോദിക്കേണ്ടത്, അറിയേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമുക്കറിയാം 98ൽ 14 7 ഉണ്ട്. ബാക്കി എത്ര ഉള്ളത്? 98 കഴിഞ്ഞാൽ 2 ദിവസം എക്സ്ട്രാ, ഓഡ് ഡേയ്സ് ആണ്. അതായത് 98ാമത്തെ ദിവസം ശനിയാഴ്ച, 99ാമത്തെ ദിവസം ഞായർ, 100ാമത്തെ ദിവസം തിങ്കൾ അല്ലേ? അപ്പോൾ ഓപ്ഷനിൽ സി ആണെന്ത് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി തിങ്കൾ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. 0.1 into 0.01 divided by 0.01 into 0.01 equal to 10⁻x ആയാൽ എക്സിന്റെ വില എന്ത്? എന്താ പറഞ്ഞിട്ടുള്ളത്? 0.1 into 0.01 divided by 0.01 into 0.01 equal to 10⁻x. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വിലയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഡെസിമൽസിലൊക്കെ ഇവിടെ ഒരു ഡെസിമൽ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇവിടെ 2 ഡെസിമൽ ഇങ്ങോട്ട് കൊണ്ടുവരിക. അങ്ങനെ 10ന്റെ, കാരണം നമുക്ക് ഇവിടെ 10⁻x ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 10ന്റെ പവേഴ്സിൽ ഇത് ഈ ഭാഗം എഴുതാൻ ശ്രമിക്കാം. അപ്പോൾ ഇവിടെ 0.1നെ 10ന്റെ പവറിൽ എഴുതുമ്പോൾ നമ്മൾ 1 into 10⁻⁻1 എഴുതും. കാരണം ഒരു ഡെസിമൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അപ്പോൾ ഇവിടെ -1 ഇൻറ്റു ഇവിടെ എത്ര 0.1 1 2. അപ്പോൾ നമുക്ക് 1 into 10⁻⁻2 എന്ന് എഴുതാം. എഗെയിൻ 1 into 10⁻⁻2 into 1 into 10⁻⁻2 equal to 10⁻x.
ന്യൂമറേറ്ററിൽ 10⁻³ ഉണ്ടാവും അല്ലേ, 10⁻³ ഉണ്ടാവും. ഡിനോമിനേറ്ററിൽ 10⁻⁻⁴ എന്നുണ്ടാവും അല്ലേ, ഈക്വൽ ടു 10⁻x. അപ്പോൾ നമുക്ക് ഇവിടെ -3 ഉണ്ട്, ഇവിടെ -4 ഉണ്ട്. അപ്പോൾ ഈ -3 വെട്ടിക്കളഞ്ഞാൽ പിന്നെ ഇവിടെ എന്താ ഉണ്ടാവുക, -1 ഉണ്ടാവുക. ദാറ്റ് ഈസ് 1/10⁻⁻1. ന്യൂമറേറ്റർ പോകുമ്പോൾ 10⁻1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 10⁻x ഈക്വൽ ടു 10⁻1. അപ്പോൾ എക്സിന്റെ വില എത്ര, 1. എക്സിന്റെ വില എത്രയാണ്, 1. ഓപ്ഷൻ എ ആണ് എന്ത് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 8% കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ നിന്ന് ഒരാൾ 50,000 രൂപ കടമെടുത്തു. ഒന്നാം വർഷാവസാനം 20,000 രൂപ തിരിച്ചടച്ചു. രണ്ടാം വർഷാരംഭം പലിശ 10% വർദ്ധിച്ചു. 2 വർഷം കഴിഞ്ഞ് അയാൾ എന്ത് തുക തിരിച്ചടക്കണം? അപ്പോൾ ഒരു വ്യക്തി 50,000 രൂപ കടമെടുത്തു. 50,000 രൂപ ബാങ്കിൽ നിന്ന് കടമെടുത്തു. ഓക്കെ, 1 വർഷം കഴിഞ്ഞപ്പോൾ 20,000 രൂപ തിരിച്ചടച്ചു. 20,000 രൂപ തിരിച്ചടച്ചു. അങ്ങനെ രണ്ടാമത്തെ വർഷത്തിൽ അവസാനം എത്ര രൂപ തിരിച്ചടക്കണം എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ 50,000 രൂപ കടമെടുത്തതിൽ 8% പലിശ നിരക്കാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 8% പലിശ നിരക്ക്, ഇൻട്രസ്റ്റ് റേറ്റ് 8%. ഓക്കെ, അപ്പോൾ ഒന്നാം വർഷ അവസാനം ഇൻട്രസ്റ്റ് എത്ര വരും? ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 50,000ന്റെ 8%. 50,000 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ 50,000ന്റെ 1% കിട്ടും. ഇൻറ്റു 8 എത്ര വരിക? 500 ഇൻറ്റു 8 4,000 രൂപ ഇൻട്രസ്റ്റ് ആണ്. എത്ര? 4,000 രൂപയാണ് ഇവിടുത്തെ ഒന്നാമത്തെ വർഷാവസാനം ഇൻട്രസ്റ്റ് ആയിട്ട് വരിക. പിന്നെ മുതലും ഉണ്ടാവും. അപ്പോൾ 54,000 രൂപയാണ് ഒന്നാമത്തെ വർഷാവസാനം മുതലും പലിശയായിട്ട് തിരിച്ചടക്കാനുള്ളത്. എത്ര? 54,000 രൂപ മുതലും പലിശയുമായിട്ട് തിരിച്ചടക്കാനുള്ളത്. ടോട്ടൽ 54,000 രൂപയാണ്. 50,000 മുതലും 4,000 ഇൻട്രസ്റ്റും. അതിൽ അദ്ദേഹം 20,000 രൂപ തിരിച്ചടച്ചു. അപ്പോൾ 54,000-ൽ നിന്ന് 20,000 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവുക? 36,000 രൂപയല്ലേ ബാക്കി ഉണ്ടാവുക അല്ലേ? ഇതിൽ നിന്ന് 20,000 രൂപ കുറക്കണം. 20,000 രൂപ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, 34,000 രൂപയാണ് ബാക്കി ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഇവിടെ ബാക്കി ഇനി 34,000 രൂപ ഉണ്ട്. ഈ 34,000 രൂപ രണ്ടാമത്തെ വർഷത്തിലേക്ക് പോകുമ്പോൾ 10% ആയി ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ബാക്കി ഉള്ളത് ഒന്നാമത്തെ വർഷാവസാനമായിട്ട് ബാക്കിയുള്ളത് 34,000 രൂപയാണ്. ഓക്കെ, ഈ 20,000 രൂപ അടവ് കഴിഞ്ഞിട്ട്. അപ്പോൾ രണ്ടാമത്തെ വർഷാവസാനമാകുമ്പോൾ അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയായിട്ട് മാറിയിട്ടുണ്ട്? 10% ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 34,000ന്റെ 10%. 34,000ന്റെ 10% എന്ന് പറഞ്ഞാൽ 3,400 ആണ്. എത്രയാണ്? 3,400 രൂപയാണ്. പിന്നെ ഇവിടുത്തെ മുതൽ, ബാക്കിയുള്ള മുതൽ എത്രയാണ്? 34,000 രൂപയാണ്. 34,000 രൂപയാണ് അല്ലെ? അപ്പോൾ ടോട്ടൽ അദ്ദേഹം തിരിച്ചടക്കേണ്ട പൈസ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് പ്ലസ് മുതൽ എത്ര വരിക? 34,000 3,400 പാടെ ആഡ് ചെയ്താൽ 0.04 7 37,400 രൂപയാണ് രണ്ടാമത്തെ വർഷം അവസാനം അദ്ദേഹം തിരിച്ചടക്കേണ്ടത് ഈ കടം ഫുള്ള് വീടാൻ. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഓപ്ഷൻ എ ആണെന്ത് 37,400 കാണിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു ക്ലാസ്സിലെ 11 കുട്ടികളുടെ ശരാശരി ഭാരം 30 കിലോഗ്രാമാണ്. ഒരു കുട്ടി കൂടി വന്നു ചേർന്നപ്പോൾ ശരാശരി ഭാരം 32 കിലോഗ്രാമായി മാറി. എന്നാൽ 12ാമത്തെ കുട്ടിയുടെ ഭാരം എത്ര? അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 11 കുട്ടികൾ ഉണ്ടായിരുന്നു. 11 കുട്ടികളുടെ ശരാശരി ഭാരം എത്രയാണ്? 30 എന്ന് തന്നിട്ടുണ്ട്. ഇതിലേക്ക് 12ാമതായിട്ട് ഒരു കുട്ടി കൂടി വന്നു. ഓക്കെ, അപ്പോൾ പുതിയ ആവറേജ് വെയിറ്റ് ശരാശരി ഭാരം 12 കുട്ടികൾ 11 വന്നാൽ പിന്നെ 12 കുട്ടികളുടെ ശരാശരി ഭാരം എത്രയാണ്? 32 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 12ാമന്റെ വെയിറ്റ് എത്രയാണെന്നാണ്, അതായത് പുതുതായിട്ട് വന്ന ആളുടെ വെയിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളിത് ചെയ്യുമ്പോൾ പുതുതായിട്ട് ആള് വന്നതിന് ശേഷമുള്ള ടോട്ടൽ വെയിറ്റ് കാണാൻ നമുക്ക് 12 × 32 ചെയ്താൽ മതി അല്ലെ? 12 × 32 ചെയ്താൽ പുതുതായിട്ട് വന്ന ആളെ വെയിറ്റ് അടക്കം ഉള്ള 12 കുട്ടികളുടെ ടോട്ടൽ വെയിറ്റ് കിട്ടും. അതിൽ നിന്ന് പഴയ 11 കുട്ടികളുടെ ടോട്ടൽ വെയിറ്റ് കുറച്ചാൽ നമുക്ക് പുതുതായിട്ട് വന്ന ആളെ വെയിറ്റ് കിട്ടും അല്ലെ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 12 ആളുകളുടെ ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 12 × 32 മൈനസ് അതിൽ നിന്ന് എന്ത് കുറക്കണം? പഴയ 11 ആളുകളുടെ ടോട്ടൽ വെയിറ്റ്, അതായത് 11 × 30 കുറക്കണം. 12 × 32 എത്ര കിട്ടുക?
384 മൈനസ് ഇത് എത്ര കിട്ടുക 11 × 30 330 അല്ലേ. 384 330 മൈനസ് ചെയ്താൽ 54 ആണ് കിട്ടുക. അപ്പൊ പുതുതായിട്ട് വന്ന 11ാമത്തെ വ്യക്തിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 54 ആണ്, 54 കിലോഗ്രാം. അപ്പൊ ഓപ്ഷൻ എ ആണ് എന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. SSLC പരീക്ഷയിൽ ഒരു സ്കൂളിൽ കണക്കിന് 20% കുട്ടികളും സോഷ്യൽ സ്റ്റഡീസിന് 10% കുട്ടികളും തോറ്റു. 5% കുട്ടികൾ 2 വിഷയത്തിനും തോറ്റു എങ്കിൽ ആ സ്കൂളിലെ വിജയ ശതമാനം എത്ര? എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു സ്കൂളില് മാത്സിന് എത്ര കുട്ടികൾ തോറ്റു? 20% കുട്ടികൾ തോറ്റു. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? സോഷ്യൽ സ്റ്റഡീസിന് SS-ന് എത്ര കുട്ടികൾ തോറ്റു? 10% കുട്ടികൾ SS-നും തോറ്റു. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? 5% കുട്ടികൾ 2 വിഷയത്തിനും തോറ്റു. അതായത് മാത്സിനും SS-നും പാടെ തോറ്റ കുട്ടികൾ 5%. ഓക്കെ, നമുക്ക് വിജയ ശതമാനമാണ് അറിയേണ്ടത്. അതായത് ടോട്ടൽ എക്സാം എഴുതിയ കുട്ടികളിൽ നിന്ന് തോറ്റ കുട്ടികൾ ഒഴിവാക്കിയാൽ നമുക്ക് വിജയിച്ച കുട്ടികൾ കിട്ടും. അപ്പൊ അതിന്റെ ശതമാനം ഇവിടെ ശതമാനത്തിലാണ് തന്നത്. അപ്പൊ അത് കാണാൻ എളുപ്പമാണ്. അപ്പോൾ മാത്സിൽ തോറ്റ കുട്ടികൾ 20% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? മാത്സില് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് മാത്സിന് 20% കുട്ടികൾ തോറ്റു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മാത്സിനും SS-നും തോറ്റ കുട്ടികൾ 5%. ഓക്കെ, അപ്പോൾ SS-ന് മാത്സിന് മാത്രം തോറ്റ കുട്ടികൾ എത്രയായിരിക്കും? 15% ആയിരിക്കും. ബാക്കി 5% ഏതിലും തോറ്റത്? SS-ലും തോറ്റ കുട്ടികളാണ്. മനസ്സിലായോ? SS-ലും പാടെ തോറ്റ കുട്ടികളാണ് ബാക്കി 5%. ഓക്കെ, ബാക്കി 5%. മാത്സിന് തോറ്റ കുട്ടികൾ 20%. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മാത്സിനും SS-നും പാടെ തോറ്റ കുട്ടികൾ 5% തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 20% നമ്മളൊന്ന് മാറ്റി എഴുതിയതാണിത്. എന്ത്? 15% കുട്ടികൾ മാത്സിന് മാത്രമേ തോറ്റിട്ടുള്ളൂ. ബാക്കി 5% കുട്ടികൾ ഒരു SS-നും തോറ്റതാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ 15% പ്ലസ് 5% ഇവിടെ എഴുതിയത്. ഇനി SS-ന്റെ കേസ് എടുക്കുകയാണെങ്കിൽ SS-ൽ താഴെ തോറ്റുള്ളത് 10% കുട്ടികളാണ്. SS-നും മാത്സിനും തോറ്റ കുട്ടികൾ 5% കുട്ടികളാണ്. അപ്പൊ SS-ന് മാത്രം തോറ്റ കുട്ടികൾ എത്ര പെർസെന്റേജ്? 5% കുട്ടികളാണ്. പ്ലസ് ബാക്കി 5% ഏതാണ്? SS-നും മാത്സിനും തോറ്റ കുട്ടികളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വിജയ ശതമാനം എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ എക്സാം എഴുതിയ കുട്ടികൾ 100% ആക്കി എടുക്കുകയാണെങ്കിൽ 100% മൈനസ് മാത്സിന് മാത്രം തോറ്റ കുട്ടികൾ എത്ര? 15% മൈനസ് SS-ന് മാത്രം തോറ്റ കുട്ടികൾ എത്ര? 5% മൈനസ് SS-നും മാത്സിനും തോറ്റ കുട്ടികൾ 5%, വിച്ച് ഇസ് ഈക്വൽ ടു 100% മൈനസ് 15 × 20 25%. 100 പോയാൽ 75% ആണ് എന്ത്? വിജയ ശതമാനം. അതായത് ഔട്ട് ഓഫ് 100 75% സ്റ്റുഡൻസ് ആർ പാസ്ഡ് ഇൻ ദി എക്സാമിനേഷൻ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് എന്ത് ആൻസർ. 5, 14, 27, 44 എക്സെട്ര. ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? ഇതാണ് ചോദ്യം. ഏതാണ് നമുക്ക് തന്നിട്ടുള്ളത്? ശ്രേണി 5, 14, 27, 44 എക്സെട്ര. ഇവിടുത്തെ നമ്പർ എത്രയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ശ്രേണി ആകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡിഫറൻസുകൾ നോക്കാൻ വേണ്ടി ഓരോ പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ 5, അടുത്തത് 14. 5ഉം 14ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 9 ആണ് അല്ലെ. പിന്നെ 27ഉം 14ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 13 ആണ് അല്ലെ. കാരണം 14 + 13 ആണ് എന്ത്? 27. ഇനി 44ഉം 27ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 17 ആണ് അല്ലെ. കാരണം 7 + 7 14, 14ക്ക് 4 1 ശിഷ്ടം അല്ലെ. അപ്പൊ 27ന്റെ കൂടെ 17 കൂട്ടിയാലാണ് ഇവിടെ എത്ര കിട്ടുക? 44 കിട്ടുക. ഓക്കെ, ഇനി ഈ ഡിഫറൻസുകൾ നോക്കിയാൽ നമുക്ക് ഒരു റിലേഷൻ കിട്ടും. ഇവിടെ എന്താണ്? 9, 13, 17. 9 മുതലുള്ള ഒറ്റസംഖ്യകൾ നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 9 കഴിഞ്ഞാൽ ഒറ്റസംഖ്യ 11, പിന്നെ 15, 11 കഴിഞ്ഞാൽ 13, 15, 17, 19, 21 അങ്ങനെയാണ് നമുക്ക് പോവാം അല്ലെ. 9 മുതലുള്ള ഒറ്റസംഖ്യകളാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. 9, 11, 13, 12, 15, 17, 19, 21. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഡിഫറൻസുകൾ നോക്കുമ്പോൾ ഇവിടെ 9, ഇവിടെ 13, 9, 13, 17, അതായത് 1 ഇടവിട്ടുള്ള ഒറ്റസംഖ്യകളാണ് ഡിഫറൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഡിഫറൻസ് ആയിട്ട് വരിക ഏതായിരിക്കും? 21 ആയിരിക്കും. 9, 13, 17, 21. അതായത് 44ന്റെ കൂടെ 21 ചേർത്ത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ സംഖ്യ കിട്ടും. ദാറ്റ് ഈസ് 44 + 21 എത്ര? 65. ഇവിടുത്തെ നമ്പർ എത്രയാണ്? 65 ആണ്. ഓപ്ഷൻ സി ആണത് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ.
അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. 71, 83, 85, 87, 89, 91 എക്സെട്ര. ഈ നമ്പറിലെ ഈ സീരീസ് ഓഫ് നമ്പേഴ്സിൽ ഒറ്റയാന ഏത്? 71, 83, 85, 87, 89, 91 ഇതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് നോക്കുമ്പോൾ ഇവിടെ 83 ഉണ്ട്, 85 ഉണ്ട്, 87 ഉണ്ട്, 89 ഉണ്ട്, 91 ഉണ്ട്, ഇവിടെ 71 ഉണ്ട്. ഓക്കെ, ഇതെല്ലാം അടുത്തടുത്ത സംഖ്യകളാണ്. ഇതിനൊക്കെ ഡിഫറൻസുകൾ എത്രയാണ്? 83, 85 2 ഡിഫറൻസ്, 85 പ്ലസ് 2 87, 87 പ്ലസ് 2 89, 89 പ്ലസ് 2 91. ഇനി 83 മൈനസ് 2 ആണ് ഇവിടെ വരേണ്ടത്. 83 മൈനസ് 2 വരുമ്പോൾ ഇവിടെ 81 ആണ് വരേണ്ടത്. ഇവിടെ എത്ര ശരിക്കും എത്ര വരേണ്ടത്? 81 ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ ഉള്ളത് എത്ര? 71 ആണ്. അപ്പോൾ ഒറ്റയാൻ ഏതാണ്? 71. ഓപ്ഷനിൽ എ ആണെന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, ഡെത്ത് എന്ന വാക്കിനെ EGDXM എന്ന് എഴുതാം എങ്കിൽ ലൈഫ് എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? കോഡിംഗ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഡെത്തിനെ എങ്ങനെയാണ് കോഡ് ചെയ്തിട്ടുള്ളത്? EGDXM. നമുക്ക് കോഡ് ചെയ്യേണ്ടത് ഏതാണ്? ലൈഫിനെയാണ് കോഡ് ചെയ്യേണ്ടത്. ലൈഫിനെയാണ് നമുക്ക് കോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഡെത്തിനെ EGDXM ലേക്ക് എങ്ങനെയാണോ കോഡ് ചെയ്തിട്ടുള്ളത് അതേ മാനർ തന്നെ ആയിരിക്കും ലൈഫിലെ ഓരോ ലെറ്ററിനെയും ഇങ്ങോട്ട് കോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്തരം കേസുകൾ കോഡിങ്ങിൽ നമ്മൾ ആദ്യം നമ്മുടെ ആൽഫബറ്റ് നമ്പേഴ്സ് മൊത്തത്തിൽ ഒന്ന് എഴുതി വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഓക്കെ, ABCDEFGHIJKLMNOPQRSTUVWXYZ. ഇനി ഇവിടെ ഡീനെ ഇയിലേക്കാണ് കോഡ് ചെയ്തിട്ടുള്ളത്. ഡീനെ ഇയിലേക്ക്, അതായത് തൊട്ടടുത്ത നമ്പറിലേക്ക് +1 അല്ലെ, തൊട്ടടുത്ത നമ്പറിലേക്കാണ് ഡീനെ ഇയിലേക്ക് കോഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇനെ ജിയിലേക്കാണ് കോഡ് ചെയ്തിട്ടുള്ളത്. ഇനെ ജിയിലേക്ക് 2 നമ്പേഴ്സ് കഴിഞ്ഞിട്ട്, അതായത് ഇ കഴിഞ്ഞിട്ട് എഫ് ഉണ്ട്, എഫ് കഴിഞ്ഞിട്ടാണ് ജി, അതായത് 2 നമ്പേഴ്സ് കഴിഞ്ഞിട്ടാണ് കോഡ് ചെയ്തിട്ടുള്ളത്. ഇനി എനെ ഡിയിലേക്ക് എന്ന് പറയുമ്പോൾ എ കഴിഞ്ഞിട്ട് ബി ഉണ്ട്, സി ഉണ്ട്, മൂന്നാമത്തെ ലെറ്റർ ആണെന്ത്? ഡി. അപ്പോൾ എ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ലെറ്റർ ആണ് ഡി. ഇനി ടീനെ എക്സിലേക്ക് എന്ന് പറയുമ്പോൾ ടി കഴിഞ്ഞിട്ട് യു ഉണ്ട്, വി ഉണ്ട്, ഡബ്ല്യു ഉണ്ട് അല്ലെ. അപ്പോൾ നാലാമത്തെ നമ്പറാണ് എക്സ് അല്ലെ, നാലാമത്തെ നമ്പറാണ് എക്സ്. ഓക്കെ, അപ്പോൾ ടീനെ എക്സിലേക്ക് പ്ലസ് നാലാമത്തെ നമ്പറിലാണ്. ഇനി എച്ചിനെ എമ്മിലേക്കാണ് കോഡ് ചെയ്തിട്ടുള്ളത്. എച്ച് കഴിഞ്ഞിട്ട് എം, എച്ച് കഴിഞ്ഞിട്ട് ഐ ഉണ്ട്, ജെ ഉണ്ട്, കെ ഉണ്ട്, എൽ ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് എം. അപ്പോൾ 5ാമത്തെ ലെറ്ററിലേക്കാണ് എച്ചിനെ കോഡ് ചെയ്തിട്ടുള്ളത്, 5ാമത്തെ ലെറ്ററിലേക്ക്. ഓക്കെ, എന്ത് മനസ്സിലായി? ഓരോ ലെറ്ററും ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ തോറും എന്താണ്, ഓരോ ലെറ്ററും ഓരോ നമ്പേഴ്സ് അധികം കഴിഞ്ഞിട്ടാണ് കോഡ് ചെയ്തിട്ടുള്ളത്, മനസ്സിലായി? ഇനി അങ്ങനെയാണെങ്കിൽ ലൈഫ് ഇവിടെ എല്ലാണ്, എല്ല് കഴിഞ്ഞിട്ടുള്ള നമുക്ക് ലൈഫാണ് കോഡ് ചെയ്യേണ്ടത്. എല്ല് ഫസ്റ്റ് ലെറ്റർ എല്ലാണ്, എല്ല് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത നമ്പർ ആയിരിക്കും ഇവിടെ വരിക. എല്ല് കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? എം അല്ലെ. പിന്നെ ഐ കഴിഞ്ഞിട്ട് 2ാമത്തെ ലെറ്റർ ആയിരിക്കും വരിക. അപ്പോൾ ഐ കഴിഞ്ഞിട്ട് ജെ ഉണ്ട്, ജെ കഴിഞ്ഞിട്ട് പിന്നെ ഏതാ? കെ ആയിരിക്കും വരിക. പിന്നെ ഇവിടെ എഫ് ഉണ്ട്, എഫ് കഴിഞ്ഞിട്ട് 3ാമത്തെ ലെറ്റർ ആയിരിക്കും വരിക. എഫ് കഴിഞ്ഞിട്ട് ജി, എച്ച്, അത് കഴിഞ്ഞിട്ടാണ് ഐ. പിന്നെ ഇവിടെ ഇ ഉണ്ട്, ഇ എത്രാമത്തെ ലെറ്റർ ആയിരിക്കും വരിക? 4ാമത്തെ ലെറ്റർ ആയിരിക്കും വരിക. ഇ കഴിഞ്ഞിട്ട് 4ാമത്തെ ലെറ്റർ ആയിരിക്കും വരിക. ഓക്കെ, ഇ കഴിഞ്ഞിട്ട് എഫ്, ജി, എച്ച്, ഐ ആയിരിക്കും എന്ത് അല്ലെ. ഇ കഴിഞ്ഞിട്ട് എഫ്, ജി, എച്ച്, ഐ, 4ാമത്തെ ലെറ്റർ ഏതാണ്? ഐ ആണ്. സോ നമ്മുടെ റിസൾട്ടന്റ് കോഡ് എന്ന് പറഞ്ഞാൽ MKI ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണെന്ത് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, എ ബിയുടെ മകനാണ്, സിയുടെ മകളാണ് ഡി. ബി ഡിയെ വിവാഹം ചെയ്താൽ എക്ക് സിയുമായിട്ടുള്ള ബന്ധം എന്ത്? എന്താണ് പറഞ്ഞിട്ടുള്ളത്? എ ബിയുടെ മകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിയുടെ മകനാണ് ആര്? ഇവിടെ ബി ഉണ്ട്, ബിയുടെ മകനാണ് ആര്? എ. ബിയുടെ മകനാണ് എ, ഇത് തന്നിട്ടുണ്ട്. പിന്നെന്താ? സിയുടെ മകളാണ് ഡി എന്ന് തന്നിട്ടുണ്ട്. സിയുടെ മകളാണ് ഡി എന്ന് തന്നിട്ടുണ്ട്. അതായത് സിയുടെ മകളാണ് ഡി എന്ന് തന്നിട്ടുണ്ട്. സിയുടെ മകളാണ് ഡി എന്ന് തന്നിട്ടുണ്ട്. ബി ഡിയെ വിവാഹം ചെയ്താൽ, അതായത് ബിയും ഡിയും വിവാഹം ചെയ്താൽ എക്ക് സിയുമായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പൊ ഇവിടെ ബി ഉണ്ട്, ബി ആരെ വിവാഹം ചെയ്തു? ഡിയെ വിവാഹം ചെയ്തു. ബി ഡിയെ വിവാഹം ചെയ്തു. ഓക്കെ, ഡി ആരുടെ മകളാണ്? സിയുടെ മകളാണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സി.
അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, സിയും എയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് മരുമകൻ, പേരക്കിടാവ്, മരുമകൾ, അമ്മൂമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏതാന്ന് നോക്കാം. എന്റെ പാരന്റ്സ് ആണ് ഡിയും ബിയും. അമ്മന്റെ പാരന്റ് ആണ് സി. അച്ഛനാണോ അമ്മയാണോ എന്ന് പറഞ്ഞിട്ടില്ല, ക്വസ്റ്റ്യൻ നമുക്കറിയില്ല. ഇത് സി അച്ഛനാവാം അല്ലെങ്കിൽ അമ്മയാവാം. ഓക്കെ, മെയിൽ ഓർ ഫീമെയിൽ. അമ്മയാണെങ്കിൽ നമുക്ക് എയും സിയും പിന്നെ എയുടെ അമ്മൂമ്മയാണ് സി എന്ന് പറയാം. പക്ഷെ ഇവിടെ സിയുടെ ജെൻഡർ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പോൾ എയും സിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ പേരക്കിടാവ് എന്നാണ്. ഓപ്ഷൻ ബി അതാണ് എന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, പേരക്കിടാവ്. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 3:5. സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 10 ആയാൽ സംഖ്യകൾ ഏവ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 3:5 എന്ന് തന്നിട്ടുണ്ട്. സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 10 എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ ഏവ. ഓക്കെ, അപ്പൊ 3:5 എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ നമ്പർ 3x ആണെങ്കിൽ രണ്ടാമത്തെ നമ്പർ എത്രയായിരിക്കും? 5x ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 10 എന്ന് പറയുന്നത് ഇതെന്താണ്? 5x 3x തമ്മിലുള്ള വ്യത്യാസമാണ്. 5x മൈനസ് 3x ആണ്. ദാറ്റ് ഈസ് 10 ഈക്വൽ ടു 5x 3x 2x. സോ നമുക്ക് x ഈക്വൽ ടു എന്ത് എഴുതാം? 5 എന്ന് എഴുതാം. x ഈക്വൽ ടു എന്താണ്? 5. എക്സിന്റെ വാല്യൂ 5 ആണെങ്കിൽ ഒന്നാമത്തെ നമ്പർ എന്താണ്? 3x ആണ്. ഫസ്റ്റ് നമ്പർ 3x ആണ്. സോ 3 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് 5 കൊടുത്താൽ 15. ഒന്നാമത്തെ നമ്പർ എത്രയാണ്? 15 കിട്ടി. ഇനി രണ്ടാമത്തെ നമ്പർ എത്ര? 5x ആണ്. രണ്ടാമത്തെ നമ്പർ 5x ആണ്. സോ 5x ഈക്വൽ ടു 5 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് 5 25. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് നമ്പർ? ഒന്നാമത്തെ നമ്പർ 15ഉം രണ്ടാമത്തെ നമ്പർ 25. അപ്പോൾ 15,25. ഓപ്ഷൻ ഡി ആണെന്ത് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, 6/8 വലിയ ഭിന്നസംഖ്യ ഏത്? 6/8 വലിയ ഭിന്നസംഖ്യ ഏത്? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഭിന്നസംഖ്യ 6/8 ആണ്. 6/8 സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 3/4 എന്ന് എഴുതാം. 3/4. ഓക്കെ, അപ്പൊ 3/4 വലിയ ഭിന്നസംഖ്യ ഏതാണെന്നാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസിൽ 1/2 തന്നിട്ടുണ്ട്, 5/6 തന്നിട്ടുണ്ട്, 3/5 തന്നിട്ടുണ്ട്, 5/9 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 3/4 4നെ ഓരോ നമ്പറുമായിട്ട് വലുതാണോ ചെറുതാണോ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ 1/2 ഉണ്ട്. 1/2 ആണോ 3/4 ആണോ വലുതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? രണ്ടിന്റെ ഡിനോമിനേറ്ററിൽ ഒരേ സംഖ്യ ആക്കാം. രണ്ടിന്റെ ഡിനോമിനേറ്ററിൽ ഒരേ സംഖ്യ ആക്കിയാൽ ഏതാ വലുതെന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇവിടെ 2 ആണ്, ഇവിടെ 4 ആണ്. ഇവിടെ 4 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഗുണിക്കണം. 2 കൊണ്ട് ഗുണിക്കുമ്പോൾ മേലെ ന്യൂമറേറ്ററിലും 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഈ സംഖ്യ എത്രയായി? ഈ സംഖ്യ 2/4 ആയി. 2/4 ആയി അല്ലെ? 1/2 ഈക്വൽ ടു 2/4. അപ്പോ 2/4 ആണോ 3/4 ആണോ വലുത്? 3/4 ആണ് വലുത് അല്ലെ? കാരണം ഡിനോമിനേറ്ററിൽ 4 ആണ്, ന്യൂമറേറ്ററിൽ ഇവിടെ 3 ആണ്, ഇവിടെ 2 ആണ്. അപ്പോൾ 3/4 ആണ് ഇവിടെ വലുത്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ അല്ല. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. രണ്ടാമത്തെ ഓപ്ഷനിൽ നമുക്ക് 5/6 ആണ് തന്നിട്ടുള്ളത്. 5/6 ആണോ 3/4 ആണോ വലുത് എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ 4 ആണ്, ഇവിടെ 6 ആണ് അല്ലെ? രണ്ടിന്റെയും ഡിനോമിനേറ്ററിൽ ഒരേ സംഖ്യ ആക്കാം. ഓക്കെ, അപ്പോ 2ന്റെയും 6ന്റെയും LCM നമ്മൾ കൊടുക്കുക. 2ന്റെയും 6ന്റെയും LCM 24 ആണ്. 24 അല്ല 12 ആണ്. 12 LCM എത്രയാണ്? 12 ആണ്. 2ന്റെയും 6ന്റെയും 4ന്റെയും LCM 12 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ 12 ആവണമെങ്കിൽ ഇവിടെ 3 കൊണ്ട് ഗുണിക്കണം. അപ്പം മുകളിൽ എന്ത് ചെയ്യണം? 3 കൊണ്ട് ഗുണിക്കണം. ഇവിടെ 12 ആണെങ്കിൽ 2 കൊണ്ട് ഗുണിക്കണം. ഇവിടെ എന്തുകൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇത് എത്ര വരും? മുകളിൽ 10 വരും, താഴെ 12 വരും. 10/12 വരും. ഇവിടെയോ? ഇവിടെ 9/12 വരും അല്ലെ? അപ്പൊ ഇതിൽ ഏതാ വലുത്? ഇതിൽ 10/12 ഇതാണ് വലുത് അല്ലെ? 10/12 അല്ലെങ്കിൽ 5/6 ആണ് വലുത് അല്ലെ? അപ്പൊ ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. ഇനി ഇതും നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, പക്ഷെ നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ തന്നെ കറക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇത് രണ്ടും ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ,
ഇനി നമ്മുടെ മൂന്നാമത്തെയും നാലാമത്തെയും ഓപ്ഷൻ കൂടി ഒന്ന് ചെയ്ത് നോക്കാം. നമ്മളെ നമ്പർ 6/8 ആണ് ഭിന്നസംഖ്യ, അതായത് 3/4. മൂന്നാമത്തെ ഓപ്ഷൻ സി 3/5 ആണ്. അപ്പൊ 3/5 ആണോ 3/4 ആണോ വലുത് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ 2ന്റെ 5ന്റെയും 4ന്റെയും LCM എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ ഇവിടെ 5 കൊണ്ട് ഗുണിക്കണം, ഇവിടെയും 5 കൊണ്ട് ഗുണിക്കണം, ഇവിടെ 4 കൊണ്ട് ഗുണിക്കണം, ഇവിടെയും 4 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 2ന്റെ ഡിനോമിനേറ്ററിൽ എത്ര വന്നു? 20 വന്നു. ന്യൂമറേറ്ററിൽ ഇവിടെ ഡിനോമിനേറ്ററിൽ 2ന്റെ 20 വന്നു. 3 × 4 12. ഇവിടെ എത്ര വന്നേ? 20. 3 × 5 15. ഇതിലേതാ വലുത്? ഇതാണ് വലുത്. ന്യൂമറേറ്ററിൽ ഇവിടെ 15 ആണ്, ഇവിടെ 12 ഉള്ളൂ അല്ലെ? അപ്പൊ സി അല്ല. അതായത് 3/5 ഈസ് ലെസ് ദാൻ 3/4. ഇനി നാലാമത്തെ ഓപ്ഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഓൾറെഡി ഓപ്ഷൻ ബി കിട്ടിയിട്ടുണ്ട്, ഞാൻ ബാക്കിയുള്ളത് കൂടി ഒന്ന് ചെയ്യുകയാണ്. ഓപ്ഷൻ ഡി 5/9 ആണോ 3/4 ആണോ വലുത്? അപ്പൊ 9ന്റെയും 4ന്റെയും LCM നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 36 ആണ് കിട്ടുക അല്ലെ? 4നെ 9 കൊണ്ട് ഗുണിച്ചാൽ 36 കിട്ടും. ഇവിടെ 9 × 4 36. അപ്പൊ മുകളിലും ഇവിടെ 4, ഇവിടെ 9. അപ്പൊ ഡിനോമിനേറ്ററിൽ എന്തായി? രണ്ടിടത്ത് 36 ആയി. ഇവിടെ 20, ഇവിടെ 27. ഇതിലേതാ വലുത്? ഇതാണ് വലുത് അല്ലെ? അതായത് 5/9 ഈസ് ലെസ് ദാൻ 3/4. അപ്പൊ ഓപ്ഷൻ ഡിയും അല്ല. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ്. ഓക്കെ, ഓപ്ഷൻ ബി 5/6 ഈസ് ഗ്രേറ്റർ ദാൻ 3/4.